ഇവിടെയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് കീ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് ഇന്ത്യ ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്നും ബോയിങ് MQ-28 എന്ന് പറഞ്ഞ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഗോസ്റ്റ് ബോട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ശരിക്കും പാകിസ്ഥാൻ്റെ ബോർഡറിൽ തുർക്കിയുടെ ഡ്രോണുകളെയും പാകിസ്ഥാൻ്റെ അതേപോലെ ചൈനയുടെ കുറേ ലോക്കൽ ഡ്രോണുകളൊക്കെ നിരീക്ഷണം നടത്താനും അതിനെ കണ്ടെത്താനും അതിന് വേണ്ടിയിട്ടുള്ള സ്പൈ വർക്കിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രോൺ ഇന്ത്യ പർച്ചേസ് ചെയ്യുന്നത്. 2030 12 സബ്മറൈൻസ് ഇന്ത്യക്ക് സപ്ലൈ ചെയ്യും. ഇത് ജർമ്മനിയുടെ ടൈസൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട് സബ്മറൈൻ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് ഇന്ത്യ പ്രോജക്റ്റ് 76 എന്ന് പറഞ്ഞ ആ പ്രോജക്റ്റിന് കീഴിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ കീഴിൽ പുതുക്കിയ കോൺട്രാക്ട് അനുസരിച്ച് 12 സബ്മറൈൻസ് 2030 ഇന്ത്യക്ക് കൈമാറും എന്നാണ് ഈ കമ്പനി വാഗ്ദാനം നൽകിയിരിക്കുന്നത്. ട്രാൻസ്ഫോമിംഗ് ഇന്ത്യാസ് അണ്ടർ വാട്ടർ സീ കേപ്പബിലിറ്റി, വാർഫെയർ കേപ്പബിലിറ്റി, അതാണ് നമ്മളിവിടെ ഊട്ടി ഉറപ്പിക്കുന്നത് ഈ പർച്ചേസിലൂടെ. ഇന്ത്യൻ ആർമിക്ക് 1000 T-90 ടാങ്ക് സപ്ലൈ ചെയ്തിട്ടുണ്ട്. ആമോഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇത് സപ്ലൈ ചെയ്തിരിക്കുന്നത്. ഈ ടാങ്കിൻ്റെ 90% ഇതിൻ്റെ മാനുഫാക്ചറിങ് ഇൻഡിജിനിയസ് ആണ്. ഇന്ത്യക്കുള്ളിൽ നിർമ്മിച്ച 90% സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത്. മാർക്കോ റൂബിയോ പ്രൈം മിനിസ്റ്റർ മോദിയെ ഡൽഹിയിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലേക്കുള്ള ക്ഷണം കൈമാറിയിട്ടുണ്ട്. രാജ്നാഥ് സിംഗ് വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ആർക്കും തടയാൻ സാധിക്കില്ല, ഇന്ത്യ വേൾഡ് നമ്പർ 1 വെപ്പൺ എക്സ്പോർട്ടറായിട്ട് മാറും ഡിഫൻസ് മേഖലയിൽ, ഡിഫൻസ് മാനുഫാക്ചറിങ് മേഖലയിൽ എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. എനിവേ ആകുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. സെൻ ടെക്നോളജീസ് എന്ന് പറഞ്ഞ കമ്പനി അവരുടെ വെപ്പൺ മാനുഫാക്ചറിങ്ങിൽ AI ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടുള്ള ഓട്ടോമേഷൻ കപ്പാസിറ്റിയുള്ള ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള R&D വർക്കുകൾ, അതേപോലെ തന്നെ അവർ പല പ്രോഡക്റ്റുകളിലും അതുമായിട്ട് ബന്ധപ്പെട്ട മാനുഫാക്ചറിങ് ടാക്ടിക്സ് ഉൾപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ടെന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. അതായത് ഫ്യൂച്ചറിസ്റ്റിക് വെപ്പൺ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓട്ടോണോമസ് വാർഫെയർ സിസ്റ്റംസ്, അപ്പോൾ അതിൽ മെയിനായിട്ട് അവർ 2-3 കാര്യങ്ങൾ പറയുന്നതിൽ റിമോട്ട് വെപ്പൺ സ്റ്റേഷൻ ഇങ്ങനൊരു സംഗതി പറയുന്നുണ്ട്. അതിലുപരിയായിട്ട് ആൻറ്റി ഡ്രോൺ സിസ്റ്റം, പിന്നെ മൈക്രോ മിസൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം കൂടി അവർ പറയുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളാണ് അവർ പ്രാഥമികമായിട്ട് പറയുന്നത്. ഇനി ഇതിൽ ഫർദർ ഡെവലപ്മെൻറ്റുകൾ എന്താണെന്നുള്ളത് നമ്മൾ കുറച്ചുകൂടെ ഡീപ്പ് സ്റ്റഡി നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിലൂടെ ഒരു ഓട്ടോണോമസ് കോമ്പാക്ട് സൊല്യൂഷനാണ് അവർ മുന്നോട്ട് വെക്കുന്ന ആശയം. DRDO സ്പെറിക്കൽ ഷേപ്പ്ഡ് പാനൽസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പദ്ധതി ഇട്ടിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അതായത് റഡാർ ഡോം അത് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജിയാണ് ആർജിക്കുന്നത് ഇതിലൂടെ. ഈ യുദ്ധത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഇറാൻ ഖത്തറിൻ്റെ അലുദൈദ് ബേസിൽ ഇതേപോലത്തെ റഡാർ, അമേരിക്കൻ റഡാറൊക്കെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നുള്ള വാർത്തയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഡോം ഷേപ്പിലുള്ള ഈ റഡാറിൻ്റെ മേളിലൊക്കെ ഡാമേജ് ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ പല ചൈനീസ് സ്പൈ ഷിപ്പുകളിലും ഇതേപോലത്തെ സ്പെരിക്കൽ ഷേപ്പിലുള്ള റഡാർ ഡോം ഇൻടാക്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സ്പെരിക്കൽ റഡാർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ പദ്ധതി ഇടുന്നുണ്ട്. അതാണ് ഇത്തരത്തിൽ സ്പെരിക്കൽ ഷേപ്പിലുള്ള പാനൽസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള വെൻഡേഴ്സിനെ വിളിക്കുന്നത് ഇപ്പം DRDO. അതിന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റ് ചെയ്തതായിട്ടുള്ള വാർത്തയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു 3 ബാൻഡുകളെ കുറിച്ച് പറയുന്നുണ്ട്. 3 ബാൻഡിൽ ശരിക്കും 20 മീറ്റർ ഡയമീറ്ററിൽ 2 ബാൻഡ്, അതിൽ S ബാൻഡ്, പിന്നെ ഒന്ന് K ബാൻഡ്. അപ്പോൾ ഇത് രണ്ടും 20 മീറ്റർ ഡയമീറ്ററാണ്. പിന്നെ 12 മീറ്റർ ഡയമീറ്ററിൽ ഒരു X ബാൻഡ്, ഇതും കൂടി പറയുന്നുണ്ട്. ഇതാണ് ഇതിനകത്ത് മെയിനായിട്ട് നിർമ്മിക്കേണ്ട സ്പെരിക്കൽ ഷേപ്പിലുള്ള സംഗതി. അപ്പോൾ ഇത് ശരിക്കും LRDE എന്ന് പറഞ്ഞ ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിക്കാണ് ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഇറാൻ അമേരിക്ക കോൺഫ്ലിക്റ്റ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഇന്ത്യയുടെ 20% എനർജി ഷിപ്മെൻറ്റിനെ തടഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഇന്ത്യയെ ബാധിക്കും എന്നുള്ള തരത്തിൽ പ്രൈം മിനിസ്റ്റർ മോദി ഇന്നൊരു എമർജൻസി മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഏതാണ്ട് ഒരു 4 മണിക്കൂറോളം ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനർജി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ്, അത് കസ്റ്റമേഴ്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലുള്ള ലോക്കൽ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും അതുപോലെ ഷിപ്പിംഗ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ ഒരിക്കലും റെഡ് ടേപ്പിനുള്ളിൽ കുടുങ്ങിക്കിടക്കാൻ പാടില്ല. വളരെ എഫക്റ്റീവായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ തീരുമാനമെടുക്കണം. എല്ലായ്പ്പോഴും നമ്മൾ ലൈവായിട്ട് കാര്യങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കണം. നമ്മളുടെ അടുത്ത് എത്ര സ്റ്റോക്ക് ഉണ്ട്, എത്ര നാൾ മുന്നോട്ട് പോകും, നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനെക്കുറിച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് എപ്പോഴും പൊതുജനങ്ങളെ അറിയിച്ചിരിക്കണം എന്നുള്ള രീതിയിൽ ഈ മീറ്റിംഗിൽ സംസാരിച്ചിട്ടുണ്ട്. കാരണം സർപ്രൈസിംഗ് ആയിട്ട് ഒരു ഷോക്ക് വേവ് ജനങ്ങളിലേക്ക് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നടപ്പിലാക്കുക ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം. അതിന് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് ആണ് നടത്തിയത്. അപ്പോൾ എന്തായാലും എനർജി റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
സകല മാർഗ്ഗങ്ങളും ഇന്ത്യ അന്വേഷിക്കുന്നുണ്ട്. ഡൊമസ്റ്റിക് LPG ആയിക്കോട്ടെ, അതേപോലെ എനർജി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിക്കോട്ടെ, ഇതിനകത്ത് LPGക്കാണ് ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് വരാനുള്ള സാധ്യത എണ്ണയെക്കാളും. എണ്ണ കുറച്ച് നാൾ കൂടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷേ LPG ആണ് നമുക്ക് മുന്നോട്ട് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഗവൺമെൻറ് ബോധഡായിട്ട് ഇപ്പം ഇന്ന് ചർച്ച നടത്തിയിരിക്കുന്നത്. ഇന്ത്യ ചെനാബ് ബിയാസ് ടണൽ വളരെ ഫാസ്റ്റ് ഫോർവേഡായിട്ട് അതിൻ്റെ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇന്ത്യ ഡാം ബിൽഡപ്പിലും വളരെയധികം സ്പീഡപ്പ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. പാകിസ്ഥാൻ ഒരു പേടിയുണ്ട്, ഇന്ത്യ ഇങ്ങനെ ഡാം പണിയുന്നതിലൂടെ അവർക്ക് കംപ്ലീറ്റ് ഡ്രൈഡ് ഔട്ട് നേരിടേണ്ടി വരുമോ എന്നുള്ള തരത്തിൽ അവർ ഇച്ചിരി പ്രയാസത്തിലാണ്, അവർ ഇച്ചിരി ബോധഡാണ്. എന്തായാലും അതുകൊണ്ടാണ് അവർ UN-ലൊക്കെ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യ അതിന് ഒരു തരത്തിലുള്ള റെസ്പോൺസും കൊടുക്കാതെ ഇങ്ങനെ മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കൃത്യമായിട്ടുള്ള മറുപടികൾ UN-ൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ല എന്നുള്ളതാണ്. എനിവേ ഇപ്പോൾ ഈ ടണൽ എന്തിനാണെന്ന് പറഞ്ഞാൽ, ഈ ടണൽ ഏകദേശം ഒരു 9 കിലോമീറ്റർ നീളം വരും. 8.7 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ടണൽ, എന്താണ് ഈ ടണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ചന്ദ്ര റിവർ എന്ന് പറഞ്ഞ റിവറിൽ നിന്നും വെള്ളം ബിയാസിലേക്ക് കടത്തിവിടാനാണ് ഈ ടണൽ. ഇത് ശരിക്കും വെള്ളം ക്രോസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ലാഹുൽ സ്പിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഏറ്റവും കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ ഡെൽറ്റ ഏരിയ ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം അവിടെ നിന്ന് ഇങ്ങോട്ട് കടത്തിവിടുന്നത്. 2352 കോടിയുടെ പ്രോജക്റ്റാണിത് ടോട്ടൽ. അത് വളരെ ഫാസ്റ്റ് ഫോർവേഡായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അർമേനിയ ആർട്ടിലറി കോർപ്പറേഷൻ ഇന്ത്യയുമായിട്ട് ശക്തിപ്പെടുത്തുകയാണ്. സ്കൂൾ ഓഫ് ആർട്ടിലറി ഇൻ ഡിയോലാല, മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്കൂൾ ഓഫ് ആർട്ടിലറിയിലേക്ക് അർമേനിയ അവരുടെ ഹൈ ലെവൽ മിലിറ്ററി ഡെലിഗേഷൻസിനെയാണ് അയച്ചു വെച്ചിരിക്കുന്നത്. അത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാനും ഇവിടെ ട്രെയിനിങ് നേടാനുമാണ് അവർ വന്നിരിക്കുന്നത്. ആർട്ടിലറി മേഖലയിൽ അർമേനിയ ഇന്ത്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനും അതും അവരുടെ സഹകരണം ശക്തിപ്പെടുത്താനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. സെമി ക്രയോജനിക് എഞ്ചിൻ ഡെവലപ്മെൻറ്റിൽ IIT ബോംബെ നിർണായകമായിട്ടുള്ള ചില പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു പരിധിവരെ അവർ വിജയം കാണുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പൂർണ്ണമായിട്ടും ഫൈനൽ എക്സ്പെരിമെൻ്റ് അല്ല ഇത്, പക്ഷേ ആ പ്രൊഡക്ഷൻ മേഖലയിൽ നമ്മൾ വെച്ചടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട പോസിറ്റീവ് റിപ്പോർട്ടാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് 2 എയറോസ്പേസ് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അതിലൊന്ന് ഗുജറാത്തിലും മറ്റൊന്ന് തമിഴ്നാട്ടിലുമാണ്. സ്പേസ് ടെക് ടെസ്റ്റിംഗ് ഫെസിലിറ്റി എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഈ എയറോസ്പേസ് മാത്രമല്ല, ശരിക്കും എല്ലാ സ്പേസ് സംബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ 2 ഫെസിലിറ്റീസ് നിർമ്മിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ISRO ഉൾപ്പെടെ ഇതിനകത്ത് വരും. അതേപോലെ പല പ്രൈവറ്റ് സ്പേസ് കമ്പനികളും ഇതിനകത്ത് പങ്കെടുക്കും. അപ്പോൾ അങ്ങനെ ഇത് ബിൽഡ് ചെയ്യാനല്ല, ഇവിടെ എക്സ്പെരിമെൻ്റ് നടത്താനും അവർക്ക് ഗവേഷണം നടത്താനും അവരുടെ പരീക്ഷണങ്ങൾ നടത്താനും 2 ഫെസിലിറ്റീസാണ് ഇന്ത്യ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് ഗുജറാത്തിലും മറ്റൊന്ന് തമിഴ്നാട്ടിലുമാണ് സ്ഥാപിക്കാൻ പോകുന്നത്. അമേരിക്കയുടെ നാഷണൽ ഇൻ്റലിജൻസിൻ്റെ ഡയറക്ടറായിട്ടുള്ള തുൾസി ഗബാർഡ് അവർ റിസൈൻ ചെയ്യാണ്. ജൂൺ 30 അവരുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ. ഹസ്ബൻഡിന് ക്യാൻസർ ആയതുകൊണ്ട് അതിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട് അവർ ജോലിയിൽ നിന്നും വിരമിക്കുകയാണ്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് കീ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.